ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനമാണ്. ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ പരേഡിന് ഹാജരായി പരേഡ് സ്വീകരിച്ചു. മുഖ്യമന്ത്രിയും പരേഡ് ഗ്രൗണ്ടിൽ വന്നിരുന്നു. ഭരണഘടനാ തലവൻ തന്നെയാണ് ഗവർണർ, ഇന്ത്യ ഗവൺമെൻറ് പ്രതിനിധി, പ്രസിഡൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറയാം. ഇന്ത്യയിലെ പ്രസിഡൻറ്റിൻ്റെ അധികാരപരിധിയിൽ വരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം പ്രസിഡൻറ്റിൻ്റെ പ്രതിനിധി ഗവർണർ ഉണ്ടാവും. ഗവർണർ ഭരണഘടന അനുസരിച്ചുള്ള തലവനാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഭരണത്തലവൻ തന്നെ മുഖ്യമന്ത്രി. ഒരു പടി കൂടി ഉയർന്ന നിലയിലാണ് ഗവർണർമാർ മുഖ്യമന്ത്രിയെക്കാളും. ഇന്ത്യയിലെ ഒരു എമർജൻസി പ്രഖ്യാപിച്ചാൽ ഇവിടെ ഭരിക്കേണ്ടത് ഗവർണർമാരാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഒരു അടിയന്തരാവസ്ഥ വന്നാൽ ഗവർണർമാർ ഭരിക്കും. അധികാരത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ഉന്നത സ്ഥാനം ഗവർണർ തന്നെയാണ്. ഇന്നത്തെ ഗവർണറുടെ പ്രസംഗം ശ്രദ്ധിച്ചാൽ അദ്ദേഹം കേരളത്തിൽ ഗവർണറായി വന്ന ശേഷം അനുഭവിച്ച ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, അദ്ദേഹത്തിനോട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് പ്രവർത്തിച്ച രീതി, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചു സംസാരിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സ്പർശിച്ചു. ആരോഗ്യപരമായ ജനാധിപത്യം കേരളത്തിലില്ല എന്ന് പറഞ്ഞു. വിയോജിപ്പുണ്ടെങ്കിലും പലരും മാന്യമായിട്ട് പ്രതികരിക്കണം, പക്ഷേ ആക്രമണത്തിലേക്ക് പോകരുത്. 3 കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത് വളരെ പ്രസക്തമായ അദ്ദേഹം അനുഭവിച്ച 3 കാര്യങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രാഷ്ട്രീയക്കാർ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്ത് അവരുടെ പാർട്ടിയോട് കൂറുള്ള ആൾക്കാരെ വൈസ് ചാൻസലറായി കേരളത്തിലെ 10-17 യൂണിവേഴ്സിറ്റികളിൽ പ്രതിഷ്ഠിച്ചു. പാർട്ടിക്ക് അനഭിമതനാണ്, അവരെ പോസ്റ്റ് ചെയ്ത വൈസ് ചാൻസലറേക്കാട്ടിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അങ്ങനെയുള്ളവരെ ആരെയും പോസ്റ്റ് ചെയ്തില്ല. കേരളത്തിലെ എല്ലാ വൈസ് ചാൻസലർമാരും രാഷ്ട്രീയ പിൻബലത്തോടു കൂടി ആണ് നിയമിക്കപ്പെട്ടത്. UGCയുടെ നിർദ്ദേശമനുസരിച്ചല്ല, ആ ചട്ടങ്ങൾ മറികടന്നാണ് ഇപ്രകാരം എല്ലാ സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരെ നിയമിച്ചത് എന്ന് ഗവർണർ കണ്ടെത്തി. UGC ചട്ടം ലംഘിച്ച് 4 ഗവർണർമാർ അവരെ ചട്ടലംഘനം നടത്തി തന്നെയാണ് അവരെ നിയമിച്ചതെന്ന് അദ്ദേഹം കണ്ടെത്തി. കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാല, സംസ്കൃത സർവകലാശാല, ശ്രീനാരായണ സർവകലാശാല, ഡിജിറ്റൽ സർവകലാശാല ക്വാളിഫൈഡായ ചില ആൾക്കാരെ മാറ്റി നിർത്തി അവരിലും താഴ്ന്ന സ്കെയിലുള്ള ക്വാളിഫിക്കേഷനുള്ള അങ്ങനെയുള്ള 4 പേരെ വൈസ് ചാൻസലറായിട്ട് പാർട്ടിയോട് കൂറുള്ള 4 പേരെ നിയോഗിച്ചു. UGCയുടെ ലംഘനം അവിടെ ഉണ്ടായി. മെറിറ്റുള്ളവർ താഴെ പോയി, 2ാം സ്ഥാനം 3ാം സ്ഥാനം വന്നു. മെറിറ്റില്ലാതെ 3ഉം 4ഉം സ്ഥാനത്ത് കിടന്നവർ ഉയർന്ന പദവിയിലേക്ക് വന്ന് അവരെ വൈസ് ചാൻസലറായിട്ട് നിയോഗിച്ചു. ഇതിന് ഗവർണർ നടപടിയെടുത്തു. ആ വൈസ് ചാൻസലർമാരെ 4 പേര് ക്വാളിഫൈഡ് അല്ല. രണ്ടാമത് അവർ UGCയുടെ ചട്ടലംഘനം നടത്തി പോസ്റ്റ് ചെയ്ത് വന്നവരാണ്. അവർക്കെതിരായിട്ട് നടപടി തുടങ്ങി ഗവർണർ. കാലിക്കട്ടും സംസ്കൃത സർവകലാശാലയും ശ്രീനാരായണയും ഡിജിറ്റൽ സർവകലാശാലയും അവർക്കെതിരായിട്ട് നടപടിയെടുത്തു. 4 വൈസ് ചാൻസലർമാർ കോടതിയെ സമീപിച്ചു. തങ്ങളാണ് ക്വാളിഫൈഡ് എന്ന് വാദിച്ചു. UGC ചട്ടലംഘനം നടത്തി എന്ന് ഗവർണർ വാദഗതി
കോടതി അംഗീകരിച്ചു 4 പേരുടെ കാര്യത്തിൽ. അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് 6 ആഴ്ചയ്ക്കകം കൊടുത്ത് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. അടുത്ത മാസം ഗവർണർ ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. അവരോട് ഷോക്കോസ് നോട്ടീസ് കൊടുത്ത് അവർ വിശദീകരണം തേടിയ ശേഷം ആ കാര്യത്തിൽ തീരുമാനമെടുക്കും. 4 വൈസ് ചാൻസലർമാരും പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം. അതിന് മാറ്റമില്ല. ഇനി 10-12 പേര് കിടക്കുന്നുണ്ട്. അവരെല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ മാറ്റി നിർത്തി 2ാം റാങ്ക് 3ാം റാങ്കിൽ വന്നവരാണ് രാഷ്ട്രീയമായി അവരെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഗവർണറുടെ കണ്ടെത്തൽ. കേരളത്തിലെ എല്ലാ വൈസ് ചാൻസലർമാരും ക്വാളിഫൈഡ് അല്ല. ക്വാളിഫൈഡ് ആണ്, പക്ഷേ അവരേലും ബെറ്ററായിട്ടുള്ള ക്വാളിഫൈഡ് ആൾക്കാർ ആ ഇൻ്റർവ്യൂവിന് വന്നിരുന്നു. എന്തായാലും 4 പേര് വൈസ് ചാൻസലർ ഉടനെ പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം. ആരോഗ്യപരമായ ജനാധിപത്യമെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ഗവർണറെ ഭരിക്കുന്ന ആ സംഘടനയുടെ അല്ലെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ കുഞ്ഞാടുകളെ വിട്ട് തടഞ്ഞു, കല്ലെറിഞ്ഞു. ചാൻസലറായ കോഴിക്കോട് സർവകലാശാലയിലെ ചാൻസലറെ ക്യാമ്പസിൽ കയറ്റില്ല എന്ന് വെല്ലുവിളിച്ചു. അതിനെ രാഷ്ട്രീയപരമായി തന്നെ പ്രതിരോധിച്ചു ഗവർണർ. അത് നല്ല 1ാം തരം രാഷ്ട്രീയക്കാരനാണ്. ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ പയറ്റിയ ആ പയറ്റുകളിലെ അപ്പുറം വേലകൾ അറിയാവുന്ന ആളാണ്. രാഷ്ട്രീയത്തിൽ കൂടെ തന്നെ വളർന്നു വന്നതാണ്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ശരി ഗവർണർക്കെതിരാണ്. അതിനെ തരണം ചെയ്യുന്ന ബുദ്ധിയും ശക്തിയും കഴിവും അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അസംബ്ലിയിലെ സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. ഗവർണർ പ്രസംഗിച്ചു വന്നു. അദ്ദേഹം അസംബ്ലിയിൽ പ്രസംഗിച്ചു. 1 മിനിറ്റ് 17 സെക്കൻഡ് വരെ പ്രസംഗം അവസാനിപ്പിച്ചു. ബഡ്ജറ്റ് പ്രസംഗത്തിലെ ആദ്യത്തെ ഒരു ഖണ്ഡികയും ഏറ്റവും അവസാനത്തെ ഒരു ഖണ്ഡികയും പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി. മുഖ്യമന്ത്രിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. മുഖ്യമന്ത്രി ചെണ്ട് കൊടുത്ത് സ്വീകരിച്ചപ്പം മുഖത്ത് നോക്കാതെ അത് വാങ്ങിച്ച് തൻ്റെ ADCയുടെ കൈ കൊടുത്തു. സ്പീക്കർ ചെണ്ട് കൊടുത്തപ്പോൾ പൂച്ചെണ്ട് കൊടുത്തപ്പം അത് വാങ്ങി മുഖത്ത് നോക്കിയില്ല, ADCയുടെ കയ്യിലോട്ട് കൊടുത്തു. പ്രസംഗിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോയി. അസംബ്ലിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ അസംബ്ലിയിൽ നമുക്കറിയാം പല മന്ത്രിമാരും അവിടെ ഇരിക്കുന്നവർ പലരും അസംബ്ലി KM മാണിയുടെ സമയത്തുള്ള കോപ്രായം എന്താ കാണിച്ചതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അനുഭവം തനിക്കുണ്ടാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് കേരള അസംബ്ലിയിൽ 1 മിനിറ്റ് 17 സെക്കൻഡ് മതി എന്ന് കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് വേഗം ഇറങ്ങിപ്പോയി. ഇന്ന് റിപ്പബ്ലിക് ഡേ ദിനം അദ്ദേഹം പരേഡ് സ്വീകരിക്കാൻ സ്വീകരിക്കാൻ സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി. പരേഡ് സ്വീകരിച്ചു. മുഖ്യമന്ത്രി അടുത്ത് വന്നിരുന്നു. തമ്മിൽ പരസ്പരം നോക്കിയില്ല. അദ്ദേഹം അവിടെ നിന്ന് പന്തലിൽ നിന്ന് പരേഡ് കഴിഞ്ഞ ശേഷം സല്യൂട്ട് സ്വീകരിച്ച ശേഷം അവിടെ നിന്ന് പോയി കാറിൽ സഞ്ചരിച്ചു. ആ സമയം മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്നു, അദ്ദേഹത്തിനെ യാത്രയാക്കി. 2 ഭരണത്തലവന്മാരും പരസ്പരം ഇതുപോലെ വിദ്വേഷം പ്രകടിപ്പിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കാണ് പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നത്. ഇവിടെ അധികാരത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരുകളാണ് വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ കാര്യം നോക്കാൻ സമയമില്ല. രാഷ്ട്രീയത്തിലെ ദൈനംദിനം മന്ത്രിമാരും അതുപോലെ പ്രതിപക്ഷത്തുള്ളവരും പരസ്പരം ചെളി വാരി എറിയുന്നതും വാർത്തകൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ ഭരണം എങ്ങനെയാണ് നടത്തുന്നത് ഇവർക്ക് അറിയില്ല. സർക്കാരിൻ്റെ ഖജനാവ് കാലിയായി. ഇനി സർക്കാരിൻ്റെ ശമ്പളവും പെൻഷനും അത് വെട്ടിക്കുറയ്ക്കും എന്നാണ് കരുതുന്നത്. ഡെവലപ്മെൻറ്റ് ഒരു പൈസയുമില്ല. വായ്പ എടുത്ത് ഭരണം നടത്തുന്ന ഒരു പ്രക്രിയയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളെ മറന്ന് ഇവിടുത്തെ ഒരു പ്രൊഡക്റ്റീവായ ഒരു സാധനവും ഇവിടെ ഇല്ല. അന്യ സംസ്ഥാനത്തു നിന്നും അന്യദേശത്തു നിന്നും വരുന്ന സാധനങ്ങൾ വിറ്റഴിക്കുന്ന ഒരു സംസ്ഥാനമായി മാറി.
നമ്മുടെ ബലം നമ്മുടെ മക്കൾ വെളിയിൽ പോയി അയക്കുന്ന പണം തന്നെയാണ്. വിദേശ പണം കോടിക്കണക്കിന് രൂപ ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ സർക്കാരിനെ ഭരിക്കാനറിയില്ല. ഇടതുപക്ഷമായാലും ശരി വലതുപക്ഷമായാലും ശരി. ഇവിടെ 152 മൊത്തം കോർപ്പറേഷനും അതുപോലെയുള്ള ഓഫീസുകളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. 99% നഷ്ടത്തിലോടുകയാണ്. ഇതൊക്കെ എന്തിനാണ് നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ പ്രോഡക്റ്റ് നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, സർക്കാരുമുണ്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുള്ളതുകൊണ്ടാവാം ആന, കടുവ, കരടി യഥേഷ്ടം നമ്മുടെ വീടുകളിലെ പരിസരത്ത് വിഹരിക്കുകയാണ്. പലരും കൊല്ലപ്പെട്ടു, പലർക്കും പരിക്കേറ്റു. ആ ഒരു കടുവ ഒരു കർഷകനെ ഭക്ഷിച്ചുകൊണ്ട് പോയി. ഇവിടെ പണമില്ലാതെ, പെൻഷൻ പണം കിട്ടാതെ കുടയത്ത് ജോസഫ് എന്നയാൾ ആത്മഹത്യ ചെയ്തു. താൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭരണകർത്താക്കളെ അറിയിച്ചു 6 മാസം മുമ്പ്. താൻ വികലാംഗനാണ്, അല്ലെങ്കിൽ തനിക്ക് തൻ്റെ ഭാര്യ മരിച്ചിട്ട് 1 വർഷമായി, തൻ്റെ ഒരു മകൾ കിടപ്പ് രോഗിയാണ്, 47 വയസ്സുണ്ട്. 77 വയസ്സുള്ള ജോസഫ് അദ്ദേഹം ആത്മഹത്യ ചെയ്യും തൻ്റെ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ. ഒരു രാഷ്ട്രീയക്കാരും ഇവിടെ തിരിഞ്ഞു നോക്കിയില്ല, ഒരു അധികാരികളും തിരിഞ്ഞു നോക്കിയില്ല. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. എത്ര പേരുകളാണ് കേരളത്തിൽ ഇതുപോലെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറി പറയാനല്ല ഇവരെ ആരെയും തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. ഇവിടെ സർക്കാരിന് ബഡ്ജറ്റിൽ പണം, അത് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പം അതിനുള്ള പണം കണ്ടെത്താനുള്ള മാർഗങ്ങൾ കടം വാങ്ങിച്ചല്ല കാണേണ്ടത്. ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് ന്യായമായ പലിശയും ന്യായമായ ടാക്സും അങ്ങനെ പിരിച്ചെടുക്കണം. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് വിനിയോഗിക്കണം. സർക്കാരിൻ്റെ എല്ലാ കോർപ്പറേഷൻസുകളും ലാഭം ഉണ്ടാക്കുന്ന മെഷീനറി ആയിട്ട് മാറണം. കടം കയറി മലയാളികൾ മുടിഞ്ഞുപോയി. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെയുള്ള ഗവർണറും അതുപോലെ തന്നെ മുഖ്യമന്ത്രി കൊണ്ട് നിൽക്കുന്ന മന്ത്രിമാരും MLA-മാരും ഒക്കെ ഗവർണറെ അധിക്ഷേപിക്കുകയും ഗവർണർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ തങ്ങളുടെ കുട്ടികളെ പറഞ്ഞുവിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറി കേരളം. അതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നു. 2 ഭരണകർത്താക്കൾക്കും പരസ്പരം മുഖം കൊടുക്കുന്നില്ല. ഇതൊക്കെ വീടുകളിലെ ചില പിണക്കം പോലെയാണ്. അതല്ല നമുക്ക് ആവശ്യം. തിരഞ്ഞെടുത്ത് അയക്കുന്ന ഇവരെല്ലാവരും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം. സർക്കാരുണ്ടാക്കുന്നത് സർക്കാരിന് വരുമാനം കൂട്ടണം. ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന വരുമാനമല്ല. ഇവിടുത്തെ KSRTC അതുപോലെയുള്ള അല്ലെങ്കിൽ കോർപ്പറേഷൻസ് അതുപോലെയുള്ള സ്ഥാപനങ്ങൾ 100 കണക്കിനുണ്ട്. അവിടെ ലാഭം കൊയ്യണം. അവിടുത്തെ ജീവനക്കാരും സ്റ്റാഫുകളും അവിടുത്തെ പണം അടിച്ചുകൊണ്ട് പോകരുത്. CMRL പോലെയുള്ള സ്ഥലത്തെ പണം രാഷ്ട്രീയക്കാരുടെ പോക്കറ്റിലേക്ക് ഒഴുകുന്നത് നമ്മൾ കാണുകയാണ്. അത് സർക്കാരിൻ്റെ ഒരു പിടിപ്പുകേട് തന്നെയെന്ന് പറയേണ്ടി വരും. ഇവിടെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തുള്ള ഇതുപോലെയുള്ള ധാരാളം സോഴ്സുകൾ നമ്മൾ പണമായിട്ട് മാറ്റുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടതാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പോക്കറ്റിലിട്ട് പോകാനുള്ളതല്ല. മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയമായ പോരുകൾ മതിയാക്കി ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ MLA-മാരും മന്ത്രിമാരും ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.